സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര. അപകടങ്ങൾ ആവർത്തിക്കുന്നത് ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണെന്ന് യൂജിൻ പെരേര റിപ്പോർട്ടറിനോട് പറഞ്ഞു. കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകാൻ ഫലപ്രദമായ സംവിധാനമില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനം ഉറക്കത്തിലാണ്. അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാൻ സ്ക്വാഡുകളില്ല. ഫിഷറീസ് മന്ത്രിയോട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആവശ്യമെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും യൂജിൻ പെരേര മുന്നറിയിപ്പ് നൽകി. 2017 ഓഖി ചുഴലിക്കാറ്റുണ്ടായപ്പോൾ നമ്മുടെ ഭരണകൂടം പരാജയപ്പെട്ടു. കാലാവസ്ഥാ മുന്നറിയിപ്പിനുള്ള ഫലപ്രദമായ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏജൻസിയെ കൊണ്ട് അവരൊക്കെ ഉറക്കത്തിലാണ്. ഞാൻ ഈ ജൂൺ മാസത്തിൽ നമ്മുടെ ഫിഷറീസ് മിനിസ്റ്ററിനെ നേരിട്ട് കണ്ട് ഈ വർഷകാലത്ത് ഈ മുതലപ്പുഴയിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് വളരെ നിസ്സാരമായ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അവിടെ വേണ്ടത്ര ലൈറ്റ് ലഭിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം പോലും ചെയ്തിട്ടില്ല. മത്സ്യത്തൊഴിലാളികളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഇതിനകം തന്നെ അങ്ങനെ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശവുമായിട്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. MG പ്രതീഷ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. പ്രതീഷ്, സംവിധാനങ്ങളില്ല, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മന്ത്രിക്കെതിരെ പോലും ഫാദർ പറയുന്നുണ്ട്. റോഷ്നി, തീർച്ചയായും മുതലപ്പുഴി ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിലെ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ലത്തീൻ അതിരൂപത. വലിയ പ്രതിഷേധം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രതിഷേധങ്ങൾക്കപ്പുറം ഇനിയും പരിഹാരം ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ആവശ്യമായി വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തീരദേശ മേഖലകളിലില്ല. പ്രധാനമായും ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി അറിയിക്കുന്നതിന് അതിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉൾപ്പെടെ വലിയ പരാജയമാണ് എന്നതാണ് ലത്തീൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര പറയുന്നത്. ഈ ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടായാൽ കൃത്യമായി പരിശോധന നടത്താനോ തിരച്ചിൽ നടത്താനോ മതിയായ സ്ക്വാഡുകൾ തീരദേശ മേഖലകളിലില്ല. അതാണ് പലപ്പോഴും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്ന കാര്യം. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി അറിയിക്കുന്നില്ല. അതിനുള്ള സംവിധാനം പോലും ഫലപ്രദമല്ല. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പലതവണ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും പുതുതായി വന്ന സർക്കാരിനെയും ഫിഷറീസ് മന്ത്രിയെയും അറിയിച്ചതാണ്. എന്നിട്ട് പോലും നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് ലത്തീൻ അതിരൂപത പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരിഹാര നടപടികൾ സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ ലത്തീൻ അതിരൂപത കൂടി പ്രതിഷേധത്തിന് ഇറങ്ങും എന്നതാണ് യൂജിൻ പെരേര പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഈ മുതലപ്പൊഴി വിഷയവുമായി ബന്ധപ്പെട്ട നേരത്തെ വലിയ പ്രതിഷേധം ഈ അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉണ്ടായിരുന്നു. അന്ന് പല ഉറപ്പുകളും മത്സ്യത്തൊഴിലാളികൾക്കും ലത്തീൻ അതിരൂപത പ്രതിനിധികൾക്കും സർക്കാർ നൽകിയിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അത് പാലിക്കപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടിസ്ഥാനപരമായി വേണ്ടത് ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ പോയി കാണാതായാൽ അതിനെ കണ്ടെത്തുന്നതിനുള്ള ഫലപ്രദമായ സംവിധാനം സർക്കാരിനില്ല. ആകെ ഇവിടെ ഉള്ളത് ഒരു കോസ്റ്റൽ പോലീസ് സ്റ്റേഷനാണ്. കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് അതിന്റെ ഭാഗമായി ഉള്ളത് പരിശോധനയ്ക്കായി ഒരു ചെറിയ ബോട്ടാണ്. പക്ഷേ അത് മുതലപ്പുഴയുടെ അടുത്തേക്ക് പോലും ആ ബോട്ടിന് അടുക്കാൻ കഴിയില്ല. വലിയ കടൽക്ഷോഭമുണ്ടെങ്കിൽ അത്തരത്തിൽ വലിയ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ തന്നെ പരിഹാരം കാണണം എന്നതാണ് പ്രധാനമായും യൂജിൻ പെരേര ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതൊരു വിമർശനമായി തന്നെ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുമുണ്ട്. ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം ഫിഷറീസ് മന്ത്രി ഇക്കാര്യം അറിയിച്ചു എന്ന് കൂടിയാണ് യൂജിൻ പെരേര പറയുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഒരു നടപടി സ്വീകരിക്കാത്തതിൽ വലിയ പ്രതിഷേധവും അമർഷവും ലത്തീൻ അതിരൂപതയ്ക്കും ഉണ്ട്. റോഷ്നി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.